ശ്രീ എം ജയചന്ദ്രൻ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയല്ല, ഒരു ADGP-ക്കെതിരെയല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ വലം കൈക്കെതിരെയാണ് CPM-ന്റെ MLA PV അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതും വെറും ആരോപണമല്ല, ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിനെ നയിക്കുന്നു. ദാവൂദ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിന്റെ റോൾ മോഡൽ എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ ഈ സാധാരണഗതിയിൽ പ്രതിപക്ഷ MLA-മാർ പോലും പറയാൻ തയ്യാറാവാത്ത വിധം അസാധാരണമായ ധീരതയോടെയാണ് ഈ അൻവർ PV അൻവർ MLA ഇന്നലെയും ഇന്നുമായി കുറേ അധികം കാര്യങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഇന്നലെ അവതരിപ്പിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം അവതരിപ്പിച്ചു. അതിൻ്റെ ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു വിഴുപ്പലക്കൽ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ചില ഉടച്ചു വാർക്കലുകൾ തന്നെ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് അത് ഇതിനകം തന്നെ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അഭിലാഷേ, അത് ഇതിൻ്റെ തുടർ ചലനങ്ങൾ ഇനി അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അത് പെട്ടെന്നൊന്നും അങ്ങനെ അടങ്ങാൻ വേണ്ടിയല്ലല്ലോ ഭരണകക്ഷി MLA ആയ നിലമ്പൂർ സംസ്ഥാനത്ത് പോലീസ് ഫോഴ്സിൽ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന് പറയുകയാണ് ഭരണകക്ഷി MLA, CPM MLA. അവർ സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിച്ച് അതിന്റെ ലാഭവിഹിതം എടുക്കുന്നു, കൊല നടത്തുന്നു. അപ്പോൾ കൊള്ളയും കൊലയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മാൻസ് ഫ്രൈഡേ എന്നറിയപ്പെടുന്ന IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ ജനങ്ങൾ വിചാരിക്കേണ്ടത്? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഈ കേരളത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണോ? അല്ല, ഇതാണോ? ഇത് തന്നെയാണ് ഈ ചോദ്യമാണ് പൊതുസമൂഹത്തിലേക്ക് പൊതുവായി ഉയർന്നു വരുന്നത്. ആ ചോദ്യം സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെയാകുമല്ലോ തിരിയുമ്പോൾ അതിന് ADGP അജിത് കുമാറിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന വിധമുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള P ശശിയാണെന്നും P ശശി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ പരാജയപ്പെടുന്നുവെന്നും സ്ഥിരമായി പരാജയപ്പെടുന്നു എന്നും കൂടെ PV അൻവർ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും അതിനോടൊപ്പം തന്നെ ADGP അജിത് കുമാറിനെയും നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് തന്നെയാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് രണ്ടുപേരെ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ യുദ്ധത്തിൽ സ്വാഭാവികമായും ഒരു തീരുമാനം ഉണ്ടാവണം. ഒന്നുകിൽ അൻവർ, അല്ലെങ്കിൽ P ശശി, അജിത് കുമാർ, ADGP അജിത് കുമാർ. ഇത്തരം ഈ രണ്ട് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് CPM-ലും ചെറുതല്ലാത്ത ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ അലോസരങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകം തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന നിലയ്ക്ക് വരുന്നത് ഒന്നുകിൽ P ശശിയും അജിത് കുമാറും കൂടുതൽ കരുത്തരായി അവിടെ നിൽക്കും, അതല്ലെങ്കിൽ അൻവർ ഉന്നയിച്ചതിനൊപ്പം കൂടുതൽ ആൾക്കാർ ചേരാനുണ്ടാവും. എൻ്റെ ഒരു ധാരണയിൽ അൻവർ പറഞ്ഞതിനോട് ചേരാൻ കൂടുതൽ ആൾക്കാർ MLA-മാർ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് അതൊരു ക്ലെൻസിങ്ങിൻ്റെ ഒരു എലമെന്റ് അതിൽ വരുന്നുണ്ട്. തൊഴുത്തിനെ ശുദ്ധീകരിക്കാനുള്ള ആർജവവും കരുത്തും ആർക്കാണുള്ളത് എന്നുള്ള പ്രശ്നമുണ്ട്. CPM എന്നുള്ള പാർട്ടിക്ക് അതിന്റെ ആരോഗ്യമുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്.